സുലൈമാനെ, പഞ്ചപാവായിരുന്ന സുലൈമാന് എവിടുന്ന് കിട്ടി ഇത്രയേറെ കള്ളത്തരങ്ങള്? മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണനായി പാടാൻ പോവാ, കൊട്ടാരത്തിലെ പൂജയ്ക്ക് എത്തുക. തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയാം. തഞ്ചാവൂര് പാടാൻ പോയത് കള്ളത്തരത്തിലാ. ആഗ്രഹമായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആള് മാറി ബലമായിട്ട് കൊണ്ടുവന്ന, പിന്നെ ഉദയപുരം കൊട്ടാരത്തിലേക്കാന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അതെന്താ? എന്നെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാല് കുത്തണമെന്ന് വിചാരിച്ച സാധിച്ചു. കാണേണ്ടവരൊക്കെ നേരി കണ്ടു. നാളെ നേരം പുലരും മുമ്പ് സ്ഥലം വിട്ടോളാം. അതുവരെ ഉപദ്രവിക്കരുത്. പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ? ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റു പൊറുക്കണേന്നും പറഞ്ഞ് പൂജാരിയെ നിന്നോളൂ. പൂജാ പുസ്തകങ്ങളൊക്കെ ഞാൻ തരാം, വായിച്ചു പഠിക്കേ. ഈ ചങ്ങാതിയെ പൂണലിട്ട് ഒരു നമ്പൂരിക്കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ടാ. അപ്പം ഇവിടെ കൂടല്ലേ? ഇളയ തമ്പുരാട്ടിയാ. രാവെന്നോ പകലൊന്നും ഇല്ല. പട്ടാണോ? ചെസ് കളിക്കാനാ. അയ്യോ, എന്നാലോട്ട് ഞാൻ ജയിക്കാനും പാടില്ല. കുശുംബിയാ. ശ്രീലക്ഷ്മി പിന്നെയും വിളിച്ചു. വരട്ടെ. കുറച്ചു നാളേക്ക് ശല്യമില്ലായിരുന്നു. കലാമണ്ഡലം ഒന്ന് തുറന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. അവിടെ മോഹിനിയാട്ടത്തിൽ ഒന്നാമതാ കുട്ടി. അയ്യോ, ദസദ മഗരി ഗമദ മഗരി ഗ സരി സരി ഗമദ സരി ഗരി സദ മഗരി സരി ഗ മരുബാ ആരി കോർവ ജാലനൂരാ സാ സാ സരി ഗ സരി രി സദ മഗ sa sa sari ge sari ri ga da ma da sa sa da ri da da sa da ma ga ri sa ri ga ma da sari ga ma ri ga ri da da sa ri da da ma da sa dha ma ga ri sa ri ga ma ru ba a ri kor va salanura ma ru ba a ഹലോ. പ്രശ്നമായി ആകെ പ്രശ്നമായി. ചീത്ത മുഴുവൻ എനിക്ക്. എങ്ങനെ പറയാതിരിക്കും? ആളെ കൊണ്ടുവന്ന് ഞാനല്ലേ, ഉത്തരവാദിത്തം എനിക്കല്ലേ. താനൊക്കെ കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ആകെ വിളി പിന്നെയും ചലിച്ചു. ഇതെന്റെ പുറകെ കൂടിയിരിക്കുക. എന്റെ പോകാനിട്ടേ പോവൂ. എന്താ പ്രശ്നം? താൻ എന്ത് വിവരദോഷ കാണിച്ചേ? ആ കുട്ടിയോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയേ? ഏത് കുട്ടിയോട്? ഇവിടത്തെ ഗോപിയാ തമ്പുരാട്ടിയോട്. ആ കുട്ടി വലിയ ദേഷ്യത്തിലാ. താൻ ചെന്ന് മാപ്പ് പറയാനായിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഗോവിന്ദേട്ടൻ കേൾക്കുക. ആരോ സ്വരം പാടുന്നത് കേട്ട് ഞാൻ കുളക്കടവിലേക്ക് ചെന്നു. പാടുന്നതോ തെറ്റ്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്കകത്ത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും കുട്ടി പാടി. വീണ്ടും തെറ്റി. അപ്പൊ ഞാൻ പിന്നെയും പാടി. ഉടനെ ആ കുട്ടി ഈറനോടെ കുളക്കടവി എന്ന് കയറി വന്ന് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കി. എന്നിട്ട് കഴുത്തം വെട്ടിച്ച് ഇങ്ങനെ ഒരു പോക്ക എന്റെ കണ്ണുള്ളി. കണ്ടുവല്ലേ? ഈറനോടെ കണ്ടുവല്ലേ? എന്നാ അതായിരിക്കും കുഴപ്പമായത്. എന്തായാലും സംഗതി തിരുമനസിന്റെ ചെവിട്ടിൽ തിരിയണു. താനെന്തിനാ ഇവിടെ ഇങ്ങനെ പതുങ്ങിക്കണേ? ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനെന്തിനാ ഓടിയത്? ഓടി ഞാനോ? നോൻ കണ്ടു. താനൊന്ന് ഞെട്ടിയതും പെട്ടതും മുങ്ങിയതും. എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ്. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. വാക്കുതാ കാണിച്ചിരട തെണ്ടി. പറയ്. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ ഗതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21%. ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളയും. അങ്ങനെയാണോ? ഇത് തോം ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. പേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി.
കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. വരൂന്നറിയായിരുന്നു. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാചുകളെ ആവാഹിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. അമ്മേ മഹാകാളി സമേതോളെ അമ്മേ ദേവി ദേവി രക്ഷിക്കണേ അമ്മേ മഹാകാളി അമ്മേ സരസ്വതി വാസാ ദേവി സവഹാമേ മഹാമഞ്ജമേ മഹാഫിയാലു സുക്രിയ അമ്മേ ദേവി സുമഹമേ മഹാദേവി. ഇങ്ങനെ നോക്കി നിന്ന ഭൂതങ്ങളെ ആവാഹിച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിൽക്കുക. ആവാഹിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടയ്ക്ക. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണ് തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികളെ ആവാഹിക്കാൻ വന്നതാ. ദീർഘ സുമംഗലി ഭവ. അമ്മേ ഓം ഹനുമാനായ നമഃ. ഓം ക്രീം പാൽ ക്രീം ഫേസ് ക്രീം ഓം സഹാം ബ്ലീം അമിഹാം. പിടിച്ചു കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഇഷ്ടായി കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം, പക്ഷെ പ്രായം നോക്കണം. എന്റെ മോള് പറഞ്ഞാണ്ടല്ലോ ഞാൻ ഇതുമ്മ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ. തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി. ഓം ഉണ്ണികൃഷ്ണൻ സ്വയംവര പറഞ്ഞു ആരംഭിച്ചോളൂ. പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാനെ ഉണ്ണികൃഷ്ണ. ഉണ്ണികൃഷ്ണല്ല, പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. വെളുത്ത പുഷ്പം 2 എടുത്ത് വിഗ്രഹത്തിൽ സമർപ്പിക്കുക. കണ്ണടച്ച് സമർപ്പിക്കുക. അരളിപ്പൂവ് എടുത്ത് 2 കണ്ണുടച്ച് സമർപ്പിക്കുക. ഭഗവതി ഇയാൾക്ക് ഇതെന്ത് പറ്റി? കുറെ നേരം ഇവിടുന്ന് വട്ടം ചുറ്റുന്നു. ഓം ഡയാന. ഡൈനാമോയോ? ഞാൻ കാരണം വിഷമയല്ലേ? അച്ഛൻ അറിയുമെന്ന് വിചാരിച്ചതല്ല. ഇത്തിരി നേരത്തായി പോയോ എന്നൊരു സംശയം. എന്നായാലും എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ. പൂജ കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതിയായിരുന്നു. എപ്പോഴായാലും എന്തും നേരിടാനുള്ള മനക്കരുത്ത് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതിനും വട്ടായോ? ചിക്കൻ ഫ്രൈ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഫ്രൈ? വെറുതെ ആ പാവത്തിന് തല്ലു വിളിച്ചില്ലേ? ഇതൊന്നും ഈശ്വരൻ പൊറുക്കില്ല കേട്ടോ. പാവോ അയാളാ. ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല. ഞാനിന്ന് പോവാ. എങ്ങോട്ട്? ഓഹോ, അപ്പൊ പൂജാരി ക്ലാസ് ഒക്കെ മറന്നോ? ഇന്നത്തോടെ അവധി തീരല്ലേ? ആണോ? കയ്യിൽ വാച്ചില്ലാത്തോണ്ട് ഞാനത് അറിഞ്ഞില്ല. തമാശ പറഞ്ഞ് നിന്നാ മതി. അത് ഞാൻ ഈ ടെൻഡർ എടുത്ത് പൂജ ചെയ്തോണ്ട് എനിക്കിങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഒരു സിൻസിയർ വർക്ക് ആയതുകൊണ്ട് ശുക്ലാമൃതം സ്വാഹം. അവര് ഞാൻ പറഞ്ഞത് കേട്ട് കാണോ? കേട്ട് കാണാൻ വഴിയില്ല. അപ്പൊ സാറ്റർഡേ കാണാം. കേട്ടിട്ടില്ലെങ്കിൽ കാണാം. അമ്മേ വിജയ് ബാബ. എന്താ ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിച്ചത്? ഒന്നുമില്ല. ഗോപികയെ കുറിച്ച് പറയായിരുന്നു. എന്നെ കുറിച്ചോ? എന്തു പറഞ്ഞു? പൂജയ്ക്ക് ഫലം ഉണ്ടാകുമെന്നും ഗോപിക തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രാജകുമാരനെ ഉടനെ കണ്ടെത്താൻ കഴിയുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നേരാ. എനിക്ക് അപ്പൊ പൂജയ്ക്ക് ഫലം ഉണ്ടായെന്ന് പറയണേ? ആരാ രാജകുമാരൻ? ഏത് കൊട്ടാരത്തിലെയാ? അതൊന്നും നീ പറയണ്ട. പിന്നെ നീ വിഷമിക്കണ്ട. എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും കേട്ടാനൊന്നും എന്നെ കിട്ടില്ല. അതെന്താ? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം. കക്ഷി മറ്റൊരു ജാതിയാ. എന്താ ലക്ഷ്മി നീ പറയണേ? ഹരിതാത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവം ആയിരിക്കും ഉണ്ടാവുക. അവർക്കെന്താ സംഭവിച്ചേ? സുഖമായിട്ട് ജീവിക്കുന്നവര്
പിന്നെ തമ്പ്രാക്കന്മാരുടെ വൈരാഗ്യം അതൊന്നും കാര്യാക്കല്ലെന്നേ. ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ, അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ. ആദ്യം മുത്തശ്ശനോട് വിവരം പറയും. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും. എന്താണ് തമ്പുരാട്ടിക്കുട്ടി നല്ല ഹാപ്പി മൂഡിലാണല്ലോ? കാര്യമുണ്ട്. എന്താണാവോ? അതെ, എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ എല്ലാരും കൂടി പോയിരിക്ക. അപ്പൊ താൻ സമ്മതിച്ചു കല്യാണത്തിന്? എന്താ മുഖത്തിനൊരു വാട്ടം? ഏയ് ഒന്നുമില്ല. ആരാണ് ആ ഭാഗ്യവാനായ ചെറുപ്പക്കാരൻ നോർത്താ? ആളെ ഞാൻ പറയില്ല, വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. അയ്യോ, അപ്പൊ അവരാ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്കല്ലേ പോയത്? ഗോപികെ, എന്താണ് തമ്പ്രാട്ടിക്കുട്ടിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ? പിന്നെ കല്യാണം നടക്കാൻ പോണ പെണ്ണിന്റെ മനസ്സിൽ സന്തോഷം കാണാതിരിക്കോ? അപ്പൊ മുത്തശ്ശനോട് എല്ലാം പറഞ്ഞില്ലേ മനസ്സിലുള്ള ആളെ കുറിച്ച്? പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടായി. എന്നാലും ആളാരാണെന്ന് എന്നോട് മാത്രം പറഞ്ഞില്ല കേട്ടോ. ഫോട്ടോ ഉണ്ടോ എന്നെ ഒന്ന് കാണിക്കാൻ? എന്തിനാ ഫോട്ടോ? ആളെ നേരിട്ട് കാണിക്കാലോ. നിനക്ക് പരിചയമുള്ള ആളാ? ആണോ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പൂജ ചെയ്യാൻ വന്ന ആള് തന്നെ. അല്ല, നിന്റെ പരദേശി പ്രേമം എവിടെ വരെയായി? ഒന്നും അറിയില്ല. സുലൈമാനെ, സുലൈമാന്റെ സമ്മതത്തോടെയാണോ ഈ കല്യാണം ഉറപ്പിച്ചത്? ഒന്ന് പതുക്കെ, ഈ സുലൈമാൻ എന്നുള്ള വിളി ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ. എന്താ പേടിയാണോ? സുലൈമാനാണ് നിങ്ങൾ നിറഞ്ഞ ഗോപിയെ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലേ? എന്താ ഇപ്പൊ? സുലൈമാനാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും. എനിക്കറിയാം, സുലൈമാനും എന്നെ ഇഷ്ടമായിരുന്നു. ഇവിടെ പൂജാരിയായി കഴിഞ്ഞതും എന്നെ കാണാൻ വേണ്ടിയായിരുന്നില്ലേ? ഇപ്പൊ ഈ സ്വത്തും കൊട്ടാരം തമ്പ്രാട്ടിയൊക്കെ കണ്ടപ്പോ അതിന്റെയൊക്കെ മുന്നില് ഈ കാര്യസ്ഥന്റെ മോൾക്ക് എന്ത് സ്ഥാനമല്ലേ? ശ്രീലക്ഷ്മി, നീ എന്തായി പറയണേ? ഒന്നോർത്തോ, എന്നെ നോവിച്ച് ഇവിടുത്തെ തമ്പ്രാട്ടി പെണ്ണെ കെട്ടി ഈ കൊട്ടാരത്തെ സുഖമായി വാഴാന്ന് വിചാരിക്കണം. ഗോപിക, ഗോപിക സംസാരിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം സ്വന്തം ഇഷ്ടത്തോടെ അല്ലായിരുന്നു എന്ന് മനസ്സ് പറയണം. അതുകൊണ്ടാ ഒരിക്കൽ കൂടി തനിച്ച് കാണണമെന്ന് വിചാരിച്ചത്. ഒരു മത്സരത്തിലൂടെ സ്വന്താക്കേണ്ടതല്ലോ ഇഷ്ടവും സ്നേഹമൊക്കെ. എനിക്കും അപ്പൊ ഇതായിരുന്നു നിന്റെ ഉദ്ദേശം? ഇനി തന്നെ ഞാൻ വെറുതെ വിടില്ല. ഇവരെന്ത് തെറ്റ് ചെയ്തെന്ന് ഏട്ടനീ പറയുന്നേ? ഗോപിയുടെ മനസ്സിൽ ഇപ്പോഴും ഇവനില്ലേ? ബാലഗോപാല, മറ്റുള്ളവർക്ക് ഇവൻ കാണിക്കുന്ന ഒക്കെ ഭ്രാന്ത. പക്ഷേ എനിക്കെല്ലാം മനസ്സിലാവും. മുത്തശ്ശ, സന്തോഷം ഇല്ലേ? എനിക്കത് മതി. മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കണം. സുലൈമാനെ, അബ്ദുറഹ്മാനെ, ഈ രണ്ട് കുട്ടികളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള ഒരു അന്തസ്സും ആഭിജാത്യവും അഭിമാനവും എനിക്ക് വേണ്ട. കൊണ്ടുപൊക്കോ എന്റെ മോളെ. അച്ഛൻ എന്ത് ഭ്രാന്തായി കാട്ടണേ? ശബ്ദിക്കരുത്. എന്റെ മോൾ കൈവിട്ടു പോയതിന്റെ വേദന
10-25 കൊല്ലം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നവനാ ഞാൻ. വയ്യ, എനിക്കിനി ഒന്നും താങ്ങാനാവില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വലിയേട്ടാ, ഇവളെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പൂട്ടിയിട്. ഇവിടെ തൊട്ടുപോകരുതവളെ. ഒരു നാട് ഭരിച്ചിട്ടുള്ളവനാ ഞാൻ. എനിക്ക് എന്റെ കുടുംബം ഭരിക്കാൻ ആരെയും പേടിക്കണ്ട. എന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടുന്ന് പോകാം. ഇവനും ഈ കൊട്ടാരത്തിലെ രക്തം തന്നെയാ. നിങ്ങളെ ആരും തടയില്ല. പക്ഷെ ഒരപേക്ഷയുണ്ട്. ഈ കൊട്ടാരത്തിൽ വേറെ സന്തതികളില്ല. അവസാനത്തെ കണ്ണിയാണ് എന്റെ കുട്ടി. നിനക്ക് ഇവളോടൊത്ത് ഇവിടെ കഴിഞ്ഞൂടെ? യുവരാജാവായിട്ട് വേണ്ട, സുൽത്താനായിട്ട് മതി. ഈ ഉദയപുരം കൊട്ടാരത്തിലെ സുൽത്താൻ. തിരുമനസേ, ഈ മംഗള മുഹൂർത്തത്തിലെങ്കിലും ആ സ്വർണ്ണ കിരീടം എടുത്ത് ശിരസിലും ചെങ്കോലെടുത്ത് കയ്യിലും കൊടുത്തൂടെ? അതൊന്ന് കൺകുറുക്ക കാണാനുള്ള ആർത്തി കൊണ്ടാണ് കേട്ടോ. മണ്ടൻ. എടോ, അതൊക്കെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിട്ട് കാലം എത്ര? മ്യൂസിയത്തിലോ? അവിടുന്ന് ഒരു കത്ത് തന്നിരുന്നെങ്കിൽ നോമത് എടുത്തോണ്ട് പോകായിരുന്നു. അല്ലെ, വരായിരുന്നു. കാണണമെങ്കിൽ ഇത്തിരി കഠിന നിഷ്ഠകളുണ്ട്. ഒരു വലിയ കാണുന്നില്ല. എന്നാ പിന്നെ ഇയാളോടൊന്ന് മാറിക്കാൻ പറയും. ശുഭകാര്യം നടക്കുകയല്ലേ, നിന്നോട്ടെ. സന്തോഷായി. സർവമംഗളാന് ഭവന്തു.